ഒരു മാസത്തിന് മുൻപ് നമ്മള് രണ്ട് പെൺകുട്ടികൾ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയിട്ട് അവര് മടങ്ങി ഉച്ചയ്ക്ക് വീട്ടിൽ വന്നില്ല. വൈകുന്നേരം അപ്പൊ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം പിറ്റേന്ന് മനസ്സിലായി. എവിടെ എത്തി? പൂനെയിലെത്തി. അവര് ട്രെയിൻ കയറി പൂനെ പോയി. പൂനെ പോയിട്ട് ഒരു ബാർബർ ഷോപ്പിൽ കയറിയിട്ട് സലൂൺ കയറിയിട്ട് ഒരു കുട്ടി മുടിയൊക്കെ അങ്ങ് വെട്ടി വിഷം മാറി പിടിച്ചു. കാരണം അതൊരു മലയാളിയുടെ സലൂൺ ആയിരുന്നു. മലയാളി ഒരു സ്ത്രീ നടത്തുന്ന സലൂൺ. കുട്ടികളെ പിടിച്ചു. ഇനി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ആര് പറഞ്ഞു കൊടുത്തു? ബെസ്റ്റി. കേട്ടിട്ടുണ്ടായി ബെസ്റ്റിയെ? എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഒരു പുതിയ രീതിയാ. ബെസ്റ്റി ഇല്ലെങ്കിൽ നാണക്കേടാ. അയ്യേ മോശം. പിള്ളേർക്ക് ബെസ്റ്റി വേണം. എങ്ങനെയാ ബെസ്റ്റി വരുന്നത്? ബെസ്റ്റിയെ ചിലപ്പോ കണ്ടെന്നിരിക്കില്ല, പരിചയമില്ല. പിന്നെ എങ്ങനെയാ? ഇൻസ്റ്റാ വഴി പരിചയപ്പെട്ടു. അതിനകത്തൂടെ സംഭാഷണം, ചാറ്റിങ്. ആ ചാറ്റിങ്ങിലൂടെ ഈ പുതുതായിട്ട് എവിടെയോ ഉള്ള പരിചയപ്പെട്ട ബെസ്റ്റി പറഞ്ഞു കൊടുക്കും, ഇന്നതുപോലെ ചെയ്തോ. ആ പിള്ളേരങ്ങ് പോയി. എന്നാലും ചോദിക്കാൻ, നമ്മൾ വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട എന്ത് സ്നേഹം കൊടുത്ത്, യോ പനി പിടിക്കരുത്, ചുമയുണ്ടാവരുത്, ഒരസുഖം വരരുത്, നല്ല ഭക്ഷണം, കുഴിമന്തി, അതിനുശേഷം മാന്തി, എന്തൊക്കെയാ ഇതൊക്കെ കൊടുത്തിട്ട് അവസാനം പിള്ളേരെന്താ പറയും? മൈ ലൈഫ് മൈ റൂൾസ്. എൻ്റെ ജീവിതം, എൻ്റെ നിയമങ്ങൾ, എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ സന്തോഷം. അല്ലേ? ഇതാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ളവർ പറഞ്ഞാൽ ഒന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. പക്ഷെ അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? നമ്മൾ ഈ പ്രായം ഇല്ലെങ്കിൽ ഇച്ചിരി മുതിർന്നവരൊക്കെ ഓൾഡ് സ്റ്റൈലാ, പഴയ സ്റ്റൈലാ. ഞാന് തിരുവനന്തപുരത്ത് 2 വർഷം അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. സർക്കാരിന്റെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ. 2021 മുതൽ 2023 വരെ പ്രൊമോഷൻ കിട്ടി. പിന്നെ കാസർഗോഡ് പോയി. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചു. ഞാൻ പോയി. ഞാൻ ആ മീറ്റിങ്ങില് അമ്മമാരെടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. സിമ്പിൾ ചോദ്യം. അമ്മമാരെ, നിങ്ങളുടെ മക്കള് രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, ബാഗും ഒക്കെ തോളയിലിട്ടുണ്ട്, വലിയ വെയിറ്റും പിടിച്ച് ഭക്ഷണമൊക്കെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നു. രാവിലെ ഒരു പക്ഷേ 8 മണിക്ക് ഇറങ്ങും. ആ കുട്ടി പിന്നെ വരുന്നത് 3:30-ഓ 4-ഓ 4:30-ഓ ആയിരിക്കും വരുന്ന. അമ്മമാരെന്ത് ചെയ്യണം? മക്കൾ ഇങ്ങനെ ക്ഷീണിച്ചു, ഒത്തിരി നേരമായി കണ്ടിട്ട്, വരുന്ന കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ നെറ്റിയിലോ കവിളത്തോ ഒരു 3 ഉമ്മ കൊടുക്കണം. നിങ്ങൾക്ക് എന്താ നഷ്ടം? ആ കുഞ്ഞ് ക്ഷീണിച്ചു വരികയല്ലേ, നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കൂ, ഉമ്മ കൊടുക്കണം. ഇതൊക്കെ പറഞ്ഞ് എന്നിട്ട് ഞാൻ ചോദിച്ചു, എത്ര അമ്മമാർ ഉമ്മ കൊടുക്കും? ഒരൊറ്റ അമ്മയും കൈ പൊക്കുന്നില്ല. 1-2 അടുത്ത് ഇങ്ങനെ 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 ഇത്രയും മാത്രം കൈ പൊങ്ങി. ഞാൻ പറഞ്ഞു, കൊള്ളാം. ഇത് വൈകിട്ട് 4-4:30 ആയപ്പോൾ എൻ്റെ പരിപാടി അവസാനിച്ചു. ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരത്ത്, അന്ന് എനിക്ക് വേറെ 3 പരിപാടിയും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എൻ്റെ സ്വന്തം സ്ഥലമായ കൊല്ലത്ത് രാത്രി 10:30 വീട്ടിലെത്തി. കൈയൊക്കെ കഴിയും, ഒന്ന് കുളിച്ച് ഫ്രഷായി വന്ന് അപ്പോഴത്തേക്ക് ഭാര്യ ചോറോ വിളമ്പി വന്ന് ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം എൻ്റെ മൊബൈലിലേക്ക് കോള് വരുന്നു. സാറേ, ശാസ്തമംഗലത്ത് വീട്ടിലെത്തിയാ? ഞാൻ പറഞ്ഞ വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ, എങ്ങനെ ഉണ്ടായിരുന്നു? സാറ്